നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ CPM-ന്റെ നെഞ്ചത്തിട്ട് ബോംബ് പൊട്ടി. പാർട്ടി ആഫീസിൽ തീയും പുകയും. KJ ഷൈൻ വിവാദം കത്തിപ്പടരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പത്തിമടക്കി CPM. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ CPM വനിതാ നേതാവ് ഷൈൻ ചാനൽ ചർച്ചയിൽ ചില പ്രതികരണം നടത്തി. അതാണ് 8-ന്റെ അല്ല 16-ന്റെ പണിയായിട്ട് CPM-ന് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ആരുടെയെങ്കിലും കിടപ്പറ പരിശോധിക്കാൻ ഏതെങ്കിലും പ്രസ്ഥാനം ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് കൂടി ഞാനിപ്പോൾ ഈ സാഹചര്യത്തിൽ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് അതാണോ പണി? പിന്നെ അദ്ദേഹത്തിന്റെ പണിയായിട്ട് മുന്നോട്ട് പോക്കോട്ടെ. കിടപ്പറ പരിശോധിക്കലാണോ കോൺഗ്രസ് നേതാവ് ജിൻഡോയുടെ പണിയെന്ന് ഷൈൻ ചാനലിൽ പൊട്ടിത്തെറിച്ച് ചോദിച്ചത്. എന്നാൽ അതിനുള്ള മറുപടി മലയാളികളാണ് കൊടുത്തത്. CPM-ന്റെ പഴയ പല കഥകളും സൈബറിടം തോണ്ടി പുറത്തിട്ടു. ചാനൽ ചർച്ചയിൽ ഷൈൻ ടീച്ചർ കത്തിക്കയറിയപ്പോൾ അത് BGM ഇട്ട് CPM സൈബർ ഗ്രൂപ്പുകൾ കൊണ്ടാടി. പക്ഷെ അടിച്ചതപ്പാടെ ബൂമറാങ്ങായി തിരിച്ചടിക്കുമെന്ന് CPM കരുതിയതേയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭകഥയും പൊക്കി നടക്കുന്ന CPM, DYFI, SFIയുടെ ഗ്യാസ് ഊരി വിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. പൊന്നു ടീച്ചറെ, അപ്പോൾ CPM-ഉം DYFI-കാരും രാഹുലിനെ കുറിച്ച് ഇത്രയും ദിവസം പറഞ്ഞത് അവർ പോയി കിടപ്പറ പരിശോധിച്ചിട്ടാണോ, അവർക്കും കിടപ്പറ പരിശോധിക്കലായിരുന്നോ പണി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കട്ടയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നത്. ടീച്ചർ അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നുവെന്ന് വായടപ്പിക്കുന്ന ചോദ്യം. കട്ടിലിനടിയിലും ഒളിക്യാമറയും സഖാക്കളുടെ കുത്തകയാണല്ലോ. സ്വന്തം പാർട്ടിക്കാരന്റെ കട്ടിലിനടിയിൽ ഒളിക്യാമറ വെച്ചവരാണ് വന്നിരുന്ന് സദാചാരം വിളമ്പുന്നതെന്ന് CPM-ന് ട്രോളോട് ട്രോള്. പഴയകാല ചരിത്രങ്ങളെല്ലാം വീണ്ടും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുമ്പോൾ നാറി നാണം കെടുകയാണ് CPM-ഉം സഖാക്കളും എല്ലാവരും. എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കലിന്റെ മുറിയിൽ ഒളിക്യാമറ വെച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരിഹാസം വന്നത്. ഒളിക്യാമറ വിവാദത്തിൽ തന്നെ കുടുക്കിയത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S. ശർമ്മയും K. ചന്ദ്രൻപിള്ളയുമാണെന്ന് ഗോപി കോട്ടമുറിക്കൽ പിന്നീട് വെളിപ്പെടുത്തിയത് CPM-നെ നാണക്കേടിന്റെ പടുകുഴിയിൽ തള്ളിയിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച സംഘത്തിലെ അംഗമായ CPM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈനും തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കോട്ടമുറിക്കൽ വെട്ടിത്തുറന്നു പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ സ്ഥാപനത്തിനായി 150 ഏക്കർ നിലം നികത്താൻ ശർമ്മയുടെ അറിവോടെ ശ്രമം നടന്നു. ഇതിന് അനുമതി തേടിക്കൊണ്ടുള്ള നെടുമ്പാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തനിക്ക് കിട്ടി. നിലം നികത്തുന്നതിനെ താൻ എതിർത്തു. ഇതിൽ ശർമ്മയ്ക്ക് തന്നോട് വിരോധമുണ്ടായിരുന്നു. താനുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന അഭിഭാഷകയിൽ നിന്ന് നിർബന്ധപൂർവം പരാതി എഴുതി വാങ്ങാൻ ശ്രമം നടന്നതായും ഗോപി കോട്ടമുറിക്കൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്വേഷണ കമ്മീഷനിൽ അംഗമാകുന്നതിന് മുൻപ് MC ജോസഫൈൻ അഭിഭാഷകയെ കണ്ടത് സംശയകരമാണെന്നും ഗോപി പച്ചയ്ക്ക് വിളിച്ചങ്ങ് കൂവി. ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും തോണ്ടി CPM-ന്റെ വായടപ്പിക്കാൻ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. സ്വന്തം നേതാവിനെ പോലും കുടുക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഒളിക്യാമറ വെച്ചപ്പോൾ അന്ന് നാറി നാണം കെട്ട CPM ആണോ ഇന്നിപ്പോൾ മറ്റു പാർട്ടിക്കാരെ ചൊറിയാൻ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. KJ ഷൈനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അതിര് കടക്കുന്നുണ്ട്. കോൺഗ്രസ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും രാഹുൽ ഷാഫി അനുകൂല സൈബർ ഗ്രൂപ്പുകൾ വലിയ ആക്രമണമാണ് നടത്തുന്നത്. രാഹുൽ വിവാദം ഒന്ന് കെട്ടടങ്ങുന്നതിന് വേണ്ടി അവർക്ക് കിട്ടിയ പിടിവള്ളിയാണ് KJ ഷൈൻ സഖാവിന്റെ ചില കഥകൾ. അതുകൊണ്ട് അവരത് മാക്സിമം എടുത്തിട്ട് അലക്കുകയാണ്. ഇതോടെ അയ്യോ സ്ത്രീകളെ വേട്ടയാടുന്നേ, അപമാനിക്കുന്നേ, കോൺഗ്രസ് പെൺവേട്ടക്കാർ എന്നൊക്കെ പറഞ്ഞ് CPM സൈബർ ഗ്രൂപ്പുകളുടെ കരച്ചിലോട് കരച്ചിലാണ്. CPM, DYFI നേതാക്കൾ ഇടയ്ക്കിടെ വന്ന് ചാനലുകൾക്ക് മുന്നിൽ ഒപ്പാരിയിടുകയാണ്. ഞങ്ങളുടെ നേതാവിനെ അപമാനിച്ചേ, വനിതാ നേതാവിനോട് പോലും ഇങ്ങനെയാണേ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ്. കണ്ടില്ലേ ആ തെമ്മാടികൾ സ്ത്രീകളെ ആക്രമിക്കുന്നത് എന്നൊക്കെയാണ് CPM-ന്റെ കരച്ചിൽ. ഇത് പറയാൻ സഖാക്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ചിട്ടുള്ളവരാണ് ഈ സഖാക്കൾ. ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച് ഇല്ലാത്ത അവിഹിത കഥ പാർട്ടി പത്രമായ ദേശാഭിമാനി വഴി എഴുതിവിട്ട് ആഘോഷിച്ച CPM ആണിപ്പോൾ സൈബർ ആക്രമണത്തെക്കുറിച്ച് കള്ളക്കണ്ണീർ പൊഴിക്കുന്നത് എന്ന് പച്ചയ്ക്ക് മറുപടി. സാജനെയും കുടുംബത്തെയും കേരളം മറക്കില്ല. ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ്. നിയമ പോരാട്ടവുമായി സാജന്റെ കുടുംബം മുന്നോട്ട് പോയപ്പോൾ സാജന്റെ ഭാര്യയെ വളഞ്ഞിട്ട് ആക്രമിച്ചു കണ്ണൂരിലെ നെറികെട്ട CPM-കാർ.
ഭാര്യയ്ക്ക് ഡ്രൈവറുമായി ഉണ്ടായ അവിഹിത ബന്ധം പ്രവാസി വ്യവസായി സാജൻ അറിഞ്ഞതുകൊണ്ടുണ്ടായ വിഷമത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് കണ്ണൂരിലെ CPM നേതൃത്വവും CPM മാധ്യമങ്ങളും പ്രചരിപ്പിച്ചതിനെ തുടർന്ന് സാജന്റെ ഭാര്യ കൊടുത്ത പരാതിയിൽ ഒരു DYSPയുടെ നേതൃത്വത്തിൽ ആ വിഷയം അന്വേഷിച്ചു. ആത്മഹത്യ ചെയ്ത സാജന്റെ ഭാര്യയ്ക്കെതിരെ പ്രചരിക്കുന്നത് ബോധപൂർവം കെട്ടിച്ചമച്ച ആരോപണമാണെന്ന് അന്വേഷണത്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇല്ല. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? CPM ആണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. CPM മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആ വാർത്ത വേറെ ഏതെങ്കിലും മാധ്യമമാണ് അത് ചെയ്തതെങ്കിൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് അവരെ അകത്തിടുമായിരുന്നു. എന്നാൽ ഇവിടെ പാർട്ടി പത്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല സംസ്ഥാനം ഭരിക്കുന്നവർ. അന്ന് വലിയ നാണക്കേടിലേക്കല്ലേ ആ കുടുംബത്തെ തള്ളിയിട്ടത്? നിയമ പോരാട്ടവുമായി അവർ മുൻപോട്ട് പോയതാണ് CPMനെ ചൊടിപ്പിച്ചത്. അതിനാണ് സാജന്റെ ഭാര്യയെ ഇല്ലാ കഥകൾ മെനഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഏറ്റവും വലിയ നീതികേടാണ് നിങ്ങൾ ആ സ്ത്രീയോട് കാണിച്ചത്. തീർന്നില്ല. 2 വർഷങ്ങൾക്ക് മുൻപ് മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന അന്നത്തെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ പരീക്ഷ എഴുതാതെ പാസ്സായതായി കോളേജ് വെബ്സൈറ്റിൽ വന്ന കാര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ചെയ്തതിന് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. അതിനെതിരെ ആ റിപ്പോർട്ടർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ കോടതി ആ കേസ് റദ്ദാക്കി. ഉള്ളി പൊളിച്ചതുപോലത്തെ ഒരു കാര്യമായി പോയി. അഖിലയ്ക്ക് നേരെ വലിയ സൈബർ ആക്രമണമായിരുന്നു അന്ന് ഈ സൈബർ ഗുണ്ടകൾ നടത്തിയത്. കേട്ടാൽ അറയ്ക്കുന്ന തെറിയഭിഷേകമാണ് DYFI SFI ഗ്രൂപ്പുകൾ നടത്തിയത്. ചാനൽ ചർച്ചകൾക്കിടെ CPMനെ വിമർശിക്കുന്ന സ്മൃതി പരുത്തിക്കാട് CPM സൈബർ ഗുണ്ടകളുടെ സ്ഥിരം ഇരയാണ്. പച്ചത്തെറിയാണ് അവരെ വിളിക്കുന്നത്. സൈബർ ആക്രമണമല്ലേ അത്? സ്ത്രീയല്ലേ അവർ? ഏതാനും മാസങ്ങൾക്ക് മുൻപ് ന്യൂസ് മലയാളം അവതാരിക ലക്ഷ്മി പത്മയെ ചേർത്തും കോർത്തും വ്യാജം പ്രചരിപ്പിച്ച വിശുദ്ധന്മാരൊക്കെ ആരായിരുന്നു? കമ്മികളായിരുന്നു. രാഹുലുമായി ബന്ധമുള്ളത് ലക്ഷ്മിക്കാണെന്നും പെൺകുട്ടിയുടെ ഗർഭം കലക്കിയത് ലക്ഷ്മിയാണെന്നും വരെ പോസ്റ്റും കമന്റും ഇട്ട് അവരെ അങ്ങേയറ്റം വേട്ടയാടി. ഇതിലൊന്നും തളരാതെ ലക്ഷ്മി കട്ടയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ സൈബർ കമ്മികൾ പത്തിമടക്കിയത്. തീർന്നില്ല. KK രമയെ ഇന്നും വേട്ടയാടുന്നത് CPM അല്ലേ? ഒരു സ്ത്രീ ഇത്രയും സഹിച്ചിട്ടുണ്ടാകില്ല. അത്രത്തോളം അവരെ അപമാനിച്ചു, തരം താഴ്ത്തി, വേട്ടയാടി. പക്ഷേ രമ തളർന്നില്ല. ജയിച്ചു കയറി നിയമസഭയിലെത്തി കമ്മികളുടെ അണ്ണാക്കിലെ പിരിവെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. സഖാത്തികൾക്ക് മാത്രമല്ല മാനാഭിമാനമുള്ളത്, സമൂഹത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കും അതുണ്ട്. KJ ഷൈന് നേരെ നടക്കുന്ന സൈബർ ആക്രമണം കമ്മികൾ ഇരന്നു വാങ്ങുന്നതാണ്. കൊടുത്തതേ തിരിച്ചു കിട്ടൂ. ഇതാണ് മലയാളി ഇപ്പോൾ CPMന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി. അതായത് തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ KJ ഷൈൻ ചാനലിൽ തനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനം വിളിച്ചു പറയുമ്പോൾ പോലും സമൂഹം അവർക്ക് കൂട്ടു നിൽക്കാത്തതിൻ്റെ, അവർക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിക്കാത്തത് ഈ CPMകാർ അത്രത്തോളം സൈബർ ആക്രമണങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ്.